അയ്യോ, അപ്പൊ നമ്മൾ ഇന്ന് എന്താ അവിടെ പോകുന്നേ? സ്വിമ്മിങ് കോഴ്സ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ലിയോയുടെ സ്വിമ്മിങ് കോഴ്സ് തീരുന്ന ദിവസമാണ്. ഇന്നലെ ഞങ്ങൾ ഊവനാട്ടും പാർട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലിയോ he's going to finish his swimming training. We can swim without the pool noodle, right? Yeah, but in backward. Backwards? Backward. പെട്ടെന്ന് വാ. അപ്പോൾ ഇന്ന് മിക്കവാറും ലാസ്റ്റ് 20 മിനിറ്റ്സ് അവർ നമുക്ക് ഇവരെങ്ങനെയാണ് സ്വിം ചെയ്യണമെന്ന് കാണിച്ചൊക്കെ തരും. ഒരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ആർ യു റെഡി? ബ്രെഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. കമോ. ഇതൊരു വീക്കെൻഡ് സ്വിമ്മിങ് കോഴ്സാണ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും 10 തൊട്ട് 10:45 വരെയാണ് കോഴ്സിൻ്റെ. ഓക്കെ, ഓൺലി യു. നീ പൊളിയല്ലോടാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. 9:30 ആൻഡ് വാട്ട്. അങ്ങനെ ലീവ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്വിമ്മിങ് കോഴ്സിനെ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് ചെല്ലാം. എന്നിട്ട് അവർ എങ്ങനെയാണ് അവരുടെ സ്വിമ്മിങ് ഇമ്പ്രൂവ് ആയതെന്നൊക്കെ അവർ കാണിച്ചു തരും. നമുക്ക് കാണാം ബേസിക്കലി അവർ സ്വിം ചെയ്യുന്നത് എങ്ങനെയാണ്. നമുക്ക് ഇത് അവൻ്റെ സെക്കൻഡ് കോഴ്സാണ്. ആദ്യം അവൻ സ്വിമ്മിങ് പഠിക്കാൻ പോയത് ഈസ്റ്റർ വെക്കേഷനായിരുന്നു. അതൊരു 10 ദിവസത്തെ കോഴ്സും ഇത് വീക്കെൻഡ് കോഴ്സ് 5 ദിവസത്തെ കോഴ്സാണ്. 5 ഞായറാഴ്ച. പിന്നെ 45 മിനിറ്റ്സാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. നമുക്ക് പിന്നെ ഇവനെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിപ്പിക്കാം. അവൻ പഠിച്ചതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടച്ചപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വീക്കെൻഡ് കോഴ്സ് അല്ലാതെ നമുക്കിപ്പം ഒഴിവ് കിട്ടുന്ന ടൈമിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യാം. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ആക്ച്വലി അവൻ ഈസ്റ്റർ കോഴ്സ് കഴിഞ്ഞപ്പം ഏകദേശം ഓക്കെ ആയതാണ്. ബട്ട് അവൻ എന്നാലും ഒരു എന്തോ പൂൾ നൂഡിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു സ്പോഞ്ചുള്ള ഒരു സപ്പോർട്ടിങ് സംഭവമുണ്ട്. അത് മുങ്ങിപ്പോയിരിക്കാനുള്ള അതിട്ട് അവൻ നീന്തുന്നുണ്ട്. ബട്ട് അതില്ലാതെ നീന്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീക്കെൻഡ് കോഴ്സും കൂടി ബാക്ക് ടു ബാക്ക് എടുത്തത്. ഈസ്റ്ററിന് ശേഷം ഞാൻ ഈ കോഴ്സും കൂടെ എടുക്കാൻ കാരണം പൂൾ നൂഡിലിൽ നിന്നും അവൻ മാറുന്നില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ അവൻ ഓക്കെ ആണെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്താണെന്ന് അറിയില്ല. എന്തായാലും അവന് വെള്ളത്തിനോട് വലിയ പേടിയില്ല. എന്നാലും ഈ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ഇറങ്ങാൻ ഒരു ചെറിയൊരു അറപ്പുണ്ട്. ഒരുപാട് ഡീപ്പൊന്നുമല്ല ഇവിടുത്തെ പൂൾ. ഇതൊരു സ്കൂൾ സ്വിമ്മിംഗ് പൂളും കണ്ടാണ്. ലാസ്റ്റ് ഈസ്റ്റർ വെക്കേഷന് ഞങ്ങൾ പോയത് ഫിനിക്സ് ബാത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ പൂളുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കോഴ്സിൻ്റെ ടൈം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്കും കൂടി അവൻ്റെ കൂടെ ചെന്ന് സ്വിം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ എന്തായിരുന്നാലും ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അകത്തോട്ട് ചെന്ന് എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നോക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഇവിടെ സ്വിമ്മിംഗ് പൂൾ മാത്രമല്ല, ഇവിടെ വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്കൂളിൻ്റെയൊക്കെ തന്നെ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇത് എന്ത് സ്കൂളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഒരു പ്രൈമറി സ്കൂളാണെന്ന് തോന്നുന്നു. ബട്ട് അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഫുട്ബോളും ബാസ്കറ്റ് ബോളും സ്വിമ്മിംഗ് കോഴ്സും എല്ലാം ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ എൻട്രൻസിൽ എഴുതിയിരിക്കുന്നത് ഒരു VHSൻ്റെ സ്വിമ്മിംഗ് പൂളാണെന്നാണ്. VHS എന്ന് പറയുന്നത് ഫോക്കോക് ഷൂളെ, അതാണ് ജർമ്മനിൽ പറയുന്നത്. അവിടെ മെയിൻലി ഈ ഒരുപാട് കോഴ്സസും ഓരോരോ മുനിസിപ്പാലിറ്റിയിലും ഈ VHS ഉണ്ടാവും. ജർമ്മനിയിലെ ഓരോ ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ അവർക്കൊരു പ്രത്യേക ഒരു VHS ഉണ്ടാവും. അവിടെ ഈ കോഴ്സസും ട്രെയിനിങ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ് ഈ VHS എന്ന് പറയുന്നത്.
അപ്പോൾ VHS എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡിങ് ട്രെയിനിങ് സെൻറ്റർ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ നമുക്ക് മെയിൻലി അഡൾട്ട്സിനും കിഡ്സിനും ഉണ്ട്. ബട്ട് അഡൾട്ട്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നല്ല പ്രായമായവർക്ക് ഫോണും കമ്പ്യൂട്ടറും പഠിപ്പിക്കുന്ന സർവീസസ് വരെ ഈ VHS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആണ് അവിടെ ക്യാഷ് എന്ന് പറയുന്നത്. നമ്മുടെ സ്പൗസ് വിസയിൽ വരുന്നവരിൽ ഇൻ്റഗ്രേഷൻ കോഴ്സ് ചെയ്യുന്നത്, അതായത് ജർമ്മൻ കോഴ്സ് ചെയ്യുന്നതും എല്ലാം യൂഷ്വലി VHS ത്രൂ ആണ്. VHSന്ന് കോഴ്സ് എടുത്തിട്ടാണ് സാധാരണ നമ്മുടെ മലയാളീസും ബാക്കി അബ്രോഡിൽ നിന്ന് വരുന്ന സ്പൗസ് വിസയിൽ വരുന്നവരൊക്കെ ഇൻ്റഗ്രേഷൻ കോഴ്സ് ചെയ്യാറ്. സോ VHSനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് VHS ഇൻ ജർമ്മനി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും. സോ ലിയോ എന്തേ കാണിക്ക്, ചിരിക്കൊണ്ട് കാണിക്ക്, ചിരിച്ചോണ്ട് കാണിക്കത്. എന്തോ അത് ഊർക്കുണ്ടെന്ന് വെച്ചാൽ എന്താ? ഇംഗ്ലീഷ് എന്തോ? ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ്. സോ ലിയോയുടെ കോഴ്സ് അങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ 3-4 രീതിയിൽ സ്വിമ്മിങ്ങും ഡൈവിങ്ങും എല്ലാം കണ്ടു അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീ ഹോഴ്സ് കോഴ്സ്. നൗ യു ആർ റെഡി ഫോർ സീ ഹോഴ്സ് കോഴ്സ്. അത് ബിഗ് പൂളിലാണ് ഇനി. That's the biggest pool. In Ottobrunn, Phoenixbad. We are going to go there. Yeah. Now you are good swimming in the parane. Now you can learn more techniques. അതാണ് അവരുടെ ടീച്ചർ പറഞ്ഞത്. And it's the final technique. Right? Final technique. Yeah, you are doing really good. And then those That's more what your techniques teacher I said. don't need to learn anymore. I already know. No, there are so many techniques there in swimming. But I already learned. ദി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സീ ഹോഴ്സിൻ്റെ ബാഡ്ജ് കിട്ടും. യു വിൽ ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സ്വിമ്മിങ് ടെക്നിക്ക്. സീ ഹോഴ്സ് ടെക്നിക്ക് അല്ല, സീ ഹോഴ്സ് സ്വിം. അപ്പോൾ ഞങ്ങൾ വാൾഫ്രീഡോഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് വിച്ചുവിൻ്റെ ഏൺ ക്രമേറ്റ് ചെയ്ത ബറി ചെയ്ത സ്ഥലം. ലിയോ കം, നല്ല കുട്ടിയിട്ട് ഇറങ്ങി ബാബാ. No. You see? പറഞ്ഞു. So he. ഓക്കെ, നമുക്ക് പോകാം ലിയോ. Yes. ലെറ്റ്സ് ഗോ, കം. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ പോയി എൻ്റെ കുഞ്ഞിന് ഫേവറേറ്റ് ആയിട്ടുള്ള ബനാന പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. What song? സോങ് കിട്ടിയ ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് ആണ് എൻ്റെ കൊച്ചിൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതായത് ഇപ്പോൾ മഴയും പെയ്തു തുടങ്ങി ഇവിടെ അല്ലേ. Yes. Yeah. Can you protect me from the rain? Yeah, I can protect you from everything, right? Yeah. But I think Mama is stronger than you. What? I think Mama is stronger than you. But it Of course, Mama is stronger than me. There is no doubt in that. Because I think. കൊച്ചിന്ന് മമ്മയെ ഡ്രീം കണ്ടല്ലേ? Yes. എന്തോ മമ്മയെ ഡ്രീം കണ്ടത്? My dream. Can you explain it? I already explained it when you were inside the house. ഒന്നുകൂടെ പറഞ്ഞു. Oh, okay. I was dreaming. Mama was real. And Mama come from nowhere to us Okay. inside the house, and then She. she give us like 2 hearts to remember, Mama. Oh, okay. So like if we are
the only one food that we can still remember Mama. And this heart has picture and it's and on the back side it has some present like some sweets and some little tiny toy. ഓക്കെ. And എന്നിട്ട് so മമ്മ the എന്ത് ചെയ്തു? blue bag. And then Mama disappears again and we play Mario Kart. മാരിയെക്കാട്ട് കളിച്ചോ മമ്മൻ്റെ അവിടെ? No, we. We? Because Mama disappeared. മമ്മ പോയോ എന്നിട്ട്? Yeah, because he wasn't real. He was just giving exactly real but disappearing by giving something. മമ്മ എന്തോ പറഞ്ഞു? And he said he loves us and then he hugged us and then he kissed us. എന്നിട്ട് മമ്മ പോയോ? Yes. അപ്പോൾ വെച്ചു ഹർഷൻ്റെ സ്വപ്നത്തിൽ വന്ന ഹർഷൻ ഇന്ന് രാവിലെ എണീറ്റോടെ എൻ്റെ അടുത്ത് പറഞ്ഞു. Mario Kart world. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും I look how പിന്നെയും the കളിച്ചു. present looks like. ഓ ഓക്കെ. നല്ല കാര്യം. മമ്മയെ നിനക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല കാര്യം. That's my dream. ആ എന്തായാലും ഞങ്ങൾ ഇനി വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇനിയിപ്പം ഇതൊരു ബ്രഞ്ചിൻ്റെ ടൈം ആയില്ല. 11 o'clock ആയത്, അവിടെ നല്ല മഴയും തുടങ്ങി. അപ്പോൾ എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് ഇനി വീട്ടിലോട്ട് പോട്ടെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഡിന്നറ് ചിക്കൻ കറിയും ഹർഷൻ്റെ ഫേവറേറ്റ് ഇടിയപ്പവും പിന്നെ ഇന്നലത്തെ ചോറിച്ചിരി ഉണ്ടായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഹർഷൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഇടിയപ്പം, അല്ലല്ലയോ കുഞ്ഞിൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മണി ഏകദേശം 7 മണിയായി. പക്ഷെ കണ്ടാൽ പറയില്ലല്ലോ അല്ലേ? Hi everybody. എവിടെ ഇനി അവിടെ വന്നിരിക്കും ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ടി വി ഓഫ് ചെയ്തിട്ടോ. വേണ്ടി വരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹർഷൻ ലിയോ. ഹായ് ഹർഷ. Hi. എന്താണ് ഹർഷൻ്റെ ഫേവറേറ്റ് ഫുഡ്? കാണിക്കൂ എല്ലാവർക്കും. Jellyfish and chicken. ജെല്ലി ഫിഷ് കാണിച്ചു കൊടുത്ത്, ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്ക്. വോ. And the chicken is right there. അതാണോ ഹർഷൻ്റെ ഫേവറേറ്റ് ഫുഡ്? പപ്പ ഉണ്ടാക്കുന്നത്? Yes. പപ്പയുടെ ചിക്കൻ കറി കൊള്ളാമോ? Yes. ഹൗ ഗുഡ് ഇസ് ഇറ്റ്? So good. സോ ഗുഡ്. Yes. എന്നായിരിക്കും കഴിക്കാം. അപ്പോൾ Can I do this? കഴിച്ചിട്ട് വരാം. ഓക്കെ. Can I do this? എങ്ങനെയുണ്ട് ഐസ്ക്രീം? The mango. So good. മാംഗോ കൂട്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എൻ്റെ റഫേലെടുത്ത് കഴിക്കുന്നത്? You can switch it a little bit and you can share. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ വൈൻഡപ്പായി. രാത്രി 9 മണിക്ക് ഐസ്ക്രീം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരു സൺഡേ അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ചിക്കൻ്റെ കടലിൽ Can I കൊണ്ടുവരണം. make him? Yeah, Can I yeah. make this? അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ. ചൂസ്.